ഹേ ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വിഷുക്കണി ഒരുക്കലാണ്. അത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പൊ ഗൈസ് കണിക്കൊന്ന സെറ്റ് ചെയ്തിട്ടുണ്ട്. നാളെ ഇത് ഭയങ്കര ലാഭമാണ് കേട്ടോ. അവിടെ ഏത് കടയിൽ ചോദിച്ചപ്പോൾ 50 രൂപ അങ്ങനെ ഒരെണ്ണം 50 രൂപ, ഒറ്റ പീസ് 50 രൂപ. ഇതിപ്പോ 3 പീസാ 100 രൂപയ്ക്ക് കിട്ടിയത്. നമുക്ക് എന്തായാലും ലാഭത്തിൽ കിട്ടി. സാധാരണ എല്ലാം നഷ്ടത്തിലാണ് കച്ചവടങ്ങൾ പോണത്. ലാഭം എന്തോ പറയുന്നത് അതവർക്ക് അറിയാം. അപ്പൊ ഇനി വിഷുവിന് കണി ഒരുക്കുന്ന ഓരോ ഇതായിട്ട് കാണിച്ചു തരാം. ഗൈസ്, കണി വെക്കാൻ ഇതിൽ ഏത് കൃഷ്ണനെ എടുക്കണമെന്നുള്ള കൺഫ്യൂഷനിലാണ് നമ്മള് സാധാരണ കണി വെക്കാറുള്ള കൃഷ്ണൻ അതാണ്. ഇത് ഞങ്ങൾ ശിവഗിരിയിൽ നിന്ന് 3-4 വർഷം മുമ്പ് ആദ്യമായിട്ട് മേടിച്ചതാണ്. അതിന് മുമ്പ് നമുക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയി. അതിനുശേഷം അത് നമ്മൾ കൊണ്ടുപോയി ഒഴുക്കി കളഞ്ഞു കേട്ടോ. അതിനുശേഷം മേടിച്ചതാണ് ഇത് അല്ലേ? അതെ. പിന്നെ മേടിച്ചത് അവിടെ ഇരിക്കുകയാണ് ഗൈസ്. അത് നമ്മൾ മയിൽപ്പീലിയൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചേക്കുവാണ് ഗൈസ്. നമ്മൾ ഒളിച്ചു വെച്ചേക്കാണ്. നമ്മളെ ഡ്രസ്സ് തള്ളി ഇടുവെന്നുള്ളതുകൊണ്ട്. നമുക്കൊരു പട്ടിക്കുട്ടിയുണ്ട്, പട്ടിക്കുട്ടിയല്ല ഡോഗ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അത് ഭയങ്കര കുരുത്തക്കേടാണ്. ഇതിലേക്കൂടെയൊക്കെ ഓടി നടന്ന് ഇതൊക്കെ തട്ടി പൊട്ടിക്കുക. അതുകൊണ്ട് ഒതുക്കി മൂലേ ചായടി വെച്ചേക്കുവാണ്. പിന്നെ ലാസ്റ്റ് മേടിച്ച ഈ വർഷം മേടിച്ച കൃഷ്ണനാണ് ഇത്. ഇത് മേടിച്ചത് ശിവഗിരിയിൽ നിന്ന് തന്നെയാണ്. ഇതെല്ലാം ശിവഗിരിയിൽ നിന്ന് തന്നെയാണ്. എല്ലാം ഓരോ പ്രാവശ്യം ശിവഗിരിയിൽ നിന്ന് മേടിക്കുന്നതാണ്. ആ മദ്യത്തിരിക്കുന്ന കൃഷ്ണനെ എടുത്ത് വെക്കുവോ? അല്ല, ഞാൻ വിചാരിക്കുന്ന ഈ കൃഷ്ണനെ വെക്കാന്നാണ്. പിന്നെ കമന്റ്സ് ഒന്നും വരാറില്ല. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കമന്റ് എന്തായാലും ചെയ്യും. രണ്ടും നമ്മൾ ഒരേ കണക്ക് എടുക്കുന്നതാണ്. കുഴപ്പമൊന്നുമില്ല. ഏത് വന്നാലും നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും ഒരു കുഴപ്പമില്ല. യൂട്യൂബ് എന്നുള്ള പ്ലാറ്റ്ഫോം അല്ലേ, പബ്ലിക് പ്ലാറ്റ്ഫോം എല്ലാം ഇങ്ങനെ നെഗറ്റീവും പോസിറ്റീവും കാണും. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്താൽ മതി, നമ്മൾ അക്സെപ്റ്റ് ചെയ്തോളാം. വോയിസിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ചെറിയെന്നല്ല, അതേ മൈക്കില്ല, അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ നമ്മളെ വീട്ടിലോട്ട് ഇറങ്ങി വരുന്ന അവിടെ അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ ഇവിടെ സ്പീക്കർ വെച്ചിട്ടുണ്ട്. വിഷു മഹോത്സവം നടക്കുകയാണ്. അപ്പോൾ സ്പീക്കർ വെച്ചിരുന്നതുകൊണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. മാക്സിമം വോളിയത്തിലാണ് സംസാരിക്കുന്നത്. കണ്ണനെ നമ്മൾ ഇത് ഞങ്ങൾ വർക്കലയിൽ നിന്ന് ഒരു കടയിൽ നിന്ന് മേടിച്ചതാണ്. ഇത് ഞങ്ങളുടെ ശർക്കരമ്മ മൂകാംബിക ദേവി എല്ലാവരും ഉണ്ട് ഗൈസ്. കുറേയൊക്കെ നമ്മൾ മേളിൽ ഷെൽഫിലെടുത്ത് വെച്ചേക്കുവാണ്. കണി ഒരുക്കാനായിട്ട് ആദ്യം തട്ടത്തിൽ കുറച്ച് പച്ചരി വെച്ചിട്ടുണ്ട്. അതിനുശേഷം കൃഷ്ണനെ കൊണ്ട് വയ്ക്കുവാണ്. ഈ കൃഷ്ണനെ ആയിരുന്നു നമ്മൾ സെലക്ട് ചെയ്തത്. ഇനി ഈ കണിക്കൊന്നങ്ങ് ശരിയാക്കുക. അങ്ങനെ വരുന്ന രീതിയിൽ അപ്പോഴല്ലേ കെട്ടാൻ പറ്റും. കണ്ണൻ ഇട്ടിട്ട് പിറകിലും കെട്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ 100 രൂപ. ഓടപ്പുഴ മറയാതിരിക്കണം. ഇനി വേറെ മാറി കൊടുക്കണ്ടേ. കണ്ണന് മാല ഇടുകയാണ്. ഇച്ചിരി വലുതാണല്ലോ. വലുതേ ഉള്ളെന്ന് പറഞ്ഞു. മറ്റേ കണ്ണനായിരുന്നെങ്കിൽ ഓക്കെ. ആദ്യം ഇരുന്നില്ലേ? കുഞ്ഞിക്കണ്ണനായിരുന്നെങ്കിൽ ഒന്നും തികയത്തില്ലായിരുന്നു. അല്ല, ഭയങ്കര വലുതായിപ്പോയത്. നാളികേരം വെച്ചിട്ടുണ്ട്, പംകിൻ വെച്ചിട്ടുണ്ട്, അതിന്റെ കളക്ഷൻ വെള്ളരിക്ക വെച്ചിട്ടുണ്ട്, പോംഗ്രാനൈറ്റ്. ഗൈസ്, മേടിച്ചപ്പോഴും ഇങ്ങനെയായിരുന്നു. നോക്കിയല്ലേ മേടിച്ച കവർ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഇങ്ങനെ ആയിപ്പോയി. ഓറഞ്ച് ആപ്പിൾ പഴം ഗൈസ്. മാങ്ങ, മൂസമ്പി. പഴം ഇങ്ങനെ പഴം തലകുത്തിയല്ലേ? അതെടുത്ത് നേരത്തെ വെച്ചണക്കാനങ്ങ് വീഴും. ഇനിയും ഉണ്ട്. ചില ആൾക്കാർ പൊട്ടിച്ചാ വെക്കുന്നത് തേങ്ങ. തുറന്നു വെച്ചു. ഒരു സാധാ ചക്കയ്ക്ക് 1 കിലോയ്ക്ക് 45 രൂപ. ഇത് ശീമച്ചക്ക.
പറങ്ക മാങ്ങ മാങ്ങയുണ്ട്. ഗൈസ് ഇനിയും മാങ്ങയുണ്ട്. ഇനി വെച്ച് ഓവറാക്കണ്ടെന്ന് വിചാരിച്ചു. ഇനിയും കൊണ്ട് വെച്ച്. ഇത് എങ്ങനെ വെക്കുന്ന? ഇതിന്റെ പണ്ടേ എങ്ങനെ വെച്ചാ മതിയാ? കണി കാണും. പിരുത്ത് പിരുത്ത് വേ സൈഡിൽ ഇപ്പറ ഈ വാൽക്കണ്ണാടി നമ്മളതിലുള്ളു ചെറുതാണ്. അത് വാൽക്കണ്ണാടി എന്നൊന്നും പറയാൻ പറ്റൂല. കണ്ണാടി ചെറിയ വിളക്ക് മാറ്റി വലിയ വിളക്കാക്കിയിട്ടുണ്ട്. അങ്കനമാർ മൗലിമണി തിങ്കളാസ്യേ ചാരുശീലേ നാഗവല്ലി മനോന്മണി രാമനാ